ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1825. ഇന്ന് ഡിസംബർ മാസം 29-ാം തീയതി. ഈ ആണ്ടിലെ 364-ാമത്തെ ദിവസത്തിലെത്തി. 2 ദിവസങ്ങൾ കൂടിയുള്ളൂ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. വീണ്ടും ഒരു ഞായർ ദിനം കൂടിയാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു സങ്കടകരമായ, മനുഷ്യജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ആരെയും സമീപിക്കാവുന്ന, ആർക്കും സംഭവിക്കാവുന്ന ഒരു വലിയ നഷ്ടത്തെക്കുറിച്ച്, ഒരു വലിയ ദുരന്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒറ്റവാക്കിൽ ക്രിസ്തു നഷ്ടം എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അവിടെ വേദഭാഗത്ത് നീതിമാനായ യൗസേപ്പും നിർമ്മലയായ പരിശുദ്ധ അമ്മ മറിയവും, അവർക്കായിരുന്നു യേശുനഷ്ടം സംഭവിച്ചത്. അവർ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഒരു ദിവസം വഴിദൂരം കഴിഞ്ഞപ്പോൾ തങ്ങൾക്കൊപ്പം യേശുവില്ല എന്നറിയുന്നു. ഓരോരുത്തരും അവനവൻ്റെ ആയുസ്സിനെ ഒന്ന് ഓർത്തെടുത്താൽ നല്ലതാണ്. പ്രത്യേകിച്ചൊരു പുതിയ വർഷത്തേക്ക് പ്രവേശിപ്പാനായിട്ട് അളവിൽ കൂടുതൽ ആരവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ എത്ര വയസ്സായിട്ടുണ്ട്? അത്രയും കാലമായോ ശരിക്കും ക്രിസ്തുയേശു നഷ്ടപ്പെട്ടിട്ട്? നഷ്ടത്തെ ഒന്ന് തിരിച്ചറിയുന്ന പോലുമില്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നും അറിയില്ല. ഇനി അങ്ങനെയൊരു അറിവുണ്ടെങ്കിൽ അതെന്താണെന്ന് ഇതുവരെയും ഒന്ന് കൃത്യമായി വ്യക്തമായി കണ്ടെത്തിയിട്ടുമില്ല. പിന്നെങ്ങനെയാണ് ഒരു മടങ്ങിപ്പോക്കിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നത്? അത്തരമൊരു പ്രേരണയും പ്രചോദനവും ഉണ്ടാകാനായിട്ട് നമ്മൾ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യേശുവാനുഭവത്തെ ഒന്ന് ഉറപ്പുവരുത്തണം. എവിടെയെങ്കിലും വെച്ച് അറിഞ്ഞും അറിയാതെയുമൊക്കെ മറന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹാനുഭവത്തെ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് ചില ആദ്യ സ്നേഹങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. ചില ആദ്യ സ്നേഹങ്ങളിലേക്ക് മടങ്ങിപ്പോകാതെ നിവൃത്തിയില്ല. ഒരു ക്രിസ്തു അനുഭവത്തോടൊപ്പം, ഒരു സാന്നിധ്യ ബോധത്തോടൊപ്പം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാനും, പ്രവേശനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒറ്റ ദിവസത്തേക്കുള്ള ഒരു അംഗപ്പുറപ്പാടായിട്ട് ഇതിനെ ചെറുതാക്കരുത്. മുമ്പോട്ട് കിടക്കുന്ന 365 ദിവസങ്ങൾക്ക് വേണ്ടി ഒന്ന് കാര്യമായിട്ട് അവനവനെ ഒന്ന് ഒരുക്കി മെരുക്കി പാകപ്പെടുത്താനായിട്ട് ധൈര്യമുണ്ടോ? കാരണം ഒരു 366 ദിവസങ്ങളുടെ വർഷമാണ് ഇതാ തീരാൻ പോകുന്നത്. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാളും അപ്പുറത്ത് ഓരോരുത്തരും എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. തുടങ്ങിയത് വളരെ ആത്മാവിലാണ്, ആത്മാർത്ഥതയിലാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ആത്മാവിൽ ആരംഭിച്ചതൊക്കെ അവസാനം ഒടുക്കം ശരീരത്തിൽ അവസാനിപ്പിക്കേണ്ട ഗതികേടിനെ കുറിച്ച്. എല്ലാത്തിൻ്റെയും വീര്യം നഷ്ടപ്പെടുകയാണ്. രക്തമായിരുന്നു, അത് പതിയെ വീഞ്ഞായി മാറുന്നു. വീഞ്ഞായിരുന്നു, അത് പതിയെ പച്ചവെള്ളമായി മാറുന്നു. അത് പച്ചവെള്ളമായിരുന്നു, അതൊടുവിൽ മലിനവെള്ളമായി, കലങ്ങിമറിഞ്ഞ വെള്ളമായി മാറുന്നുവോ? പ്രാർത്ഥനയോടുകൂടി ആമേൻ.